നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് ഋതുവിനെ ഇട്ട് പേടിപ്പിക്കുവാണ് ഇന്ദ്രന്. അത്ര അത്യാവശ്യമായിട്ട് നിന്നോട് പറയാൻ പാത്തിന് ഇവിടെ ഒന്നുമില്ലായിരുന്നു. പിന്നെ നിന്റെ അച്ഛന്റെ അടിയന്തരം അല്ലേ ഇവിടെ നടക്കണേ. ഇതെല്ലാം കേട്ട് പല്ലവി പുറത്തേക്കുന്നുണ്ട്. ഓഹോ, അപ്പൊ ഇന്ദ്രന് ഋതുവിനോട് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴേകദേശം ഋതുവിന് ഇന്ദ്രന്റെ സ്വഭാവമൊക്കെ മനസ്സിലായി വരുന്നുണ്ടായിരിക്കും. താനും സേതുവേട്ടനും ഒക്കെ പറഞ്ഞിട്ട് അവളൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കില്ല. പാവം ഋതു. അവള് പ്രഗ്നന്റ് ആയിട്ട് ആ പരിഗണന പോലും ഇന്ദ്രൻ കൊടുക്കുന്നില്ല. അവൻ തന്നെ ഉപദ്രവിക്കാൻ വന്നെന്നുള്ള കാര്യമൊന്നും അവൾക്കറിയില്ല. അതൊന്നും അറിയില്ലാതെയാണ് അവള് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്ക് ഋതു പറഞ്ഞു, ജിത്ത് എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ. പിന്നല്ലാതെ ഞാൻ പറഞ്ഞൊരു ബിസിനസ് മീറ്റിങ്ങിന് പോയതാന്ന്. അതിനെ ചൊല്ലി ഇനി തർക്കം വേണ്ട. പറഞ്ഞത് കേട്ടല്ലോ. അതും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് മുറിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും പല്ലവി അവിടുന്ന് പതുക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഋതുവിന് സങ്കടമായി. ഇതുപോലെ ഒന്നുള്ള ഒരു ജിത്തിനെയല്ല താൻ ഒരിക്കലും പ്രതീക്ഷിച്ച. ഇങ്ങനത്തെ സ്വഭാവം ആയിരുന്നില്ല. പോകെ പോകെ ജിത്തിന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട്. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. അതിനുശേഷം പല്ലവി മുറിയിലേക്ക് എന്നിട്ട് സേതുവിനോട് കാര്യങ്ങൾ പറഞ്ഞു. അവനുണ്ടല്ലോ ഇന്ദ്രൻ, അവനിപ്പോ വന്ന് ഋതുവിനെ വരെ പേടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവനെ പേടിപ്പിച്ച് നിർത്തണം. അല്ലെങ്കിൽ ഋതുവിന്റെ വയറ്റി വരുന്ന കുഞ്ഞിനും ആപത്താണ്. സേതു പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അവനോട് പറഞ്ഞായിരുന്നല്ലോ ഋതുവിനെ നല്ല രീതിയിൽ നോക്കണം. അല്ലെങ്കിലുണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് വിളിച്ചു പറയൂന്ന്. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കോ? വേറെയുള്ളവർ വിശ്വസിച്ചാൽ ഋതു വിശ്വസിക്കോ? വിശ്വസിപ്പിക്കണം സേതുവേട്ട. അതാ ചെയ്യേണ്ടത്. അവന്റെ കള്ളത്തരമൊക്കെ പുറത്തു കൊണ്ടുവരണം. അല്ലെങ്കിൽ ഋതുവിന്റെ വയറ്റി വരുന്ന കുഞ്ഞിനോ അത് ആപത്താണ്. ഈ ഇങ്ങനത്തെ നിലയെ പോയിട്ടുണ്ടെങ്കിൽ അവള് പ്രഗ്നന്റ് ആണ്. ആ പരിഗണന പോലും കൊടുക്കാതെയാണ് ഇന്ദ്രൻ അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സേതു പറഞ്ഞു, നമുക്ക് നോക്കാം. അവനെ ഒന്നുകൂടെ വിളിച്ച് പേടിപ്പിക്കാം. അല്ല, അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അതേസമയം മുറിയിലേക്ക് ശ്രീഹരി വന്നപ്പോഴത്തേനും അച്ഛൻ ചോദിച്ചു, അല്ല ഹരി ഇത് എവിടെയായിരുന്നു? ഹരിയോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ സേതു എന്നെ പല്ലുവേച്ചിയുടെ ഒപ്പം വരണമെന്ന്. എന്നിട്ട് ഹരി ഇത് എവിടെ പോയേക്കുക? അത് ഞാന് സത്യം പറ ഹരി, എന്തേലും പ്രശ്നമുണ്ടോ? ഹരിക്ക് പിന്നീട് പറയേണ്ടതായിട്ട് വന്നു. ഹരി പറഞ്ഞു, അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്ത് പ്രശ്നം? അവനുണ്ടല്ലോ ആ ഇന്ദ്രൻ, നമ്മൾ വിചാരിച്ച പോലെ തന്നെയാ അച്ചു കാര്യങ്ങള്. അവൻ വന്ന എങ്ങോട്ടാന്നറിയാവോ? കൈതവനത്തിലേക്കായിരുന്നു. അവൻ കൈതവനത്തിൽ വന്ന് പല്ലവി ചേച്ചിയെ നശിപ്പിക്കാൻ ശ്രമിച്ചു. പിന്നീട് അതിനുശേഷം ക്ലോറോഫോം മണപ്പിച്ച് ബോധം കെടുത്തിയതും ഒടുവില് പല്ലവി ചേച്ചി രക്ഷപ്പെടാൻ ശ്രമിച്ചായ കാര്യങ്ങളൊക്കെ പറയണം. അത് കേട്ടപ്പോ അച്ചൊരു ഞെട്ടലോടുകൂടി നോക്കി. ഓഹോ, അപ്പൊ അതാണല്ലേ. എന്തിനാ ശ്രീഹരി അവനെ രക്ഷിക്കാനായിട്ട് പോയത്? രക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അവനെ കുഴി കിടന്നാൽ മതിയായിരുന്നു. അവൻ അവിടെ കിടന്ന് ചത്തു പോയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഋതു എങ്കിലും രക്ഷപ്പെട്ടേനും. ഇവനെപ്പോലെ ദുഷ്ടനെ എന്തിനാ രക്ഷിച്ചുകൊണ്ട് വന്നേ? ഞാൻ പറഞ്ഞതാ. പക്ഷേങ്കില് അതിന് പല്ലവി ചേച്ചി സേതുവിനെ സമ്മതിച്ചില്ല. പല്ലവി ചേച്ചിക്ക് ഒരേ നിർബന്ധം, ഋതു പ്രഗ്നന്റ് അല്ലേ. ഋതുവിന് ഈ സമയത്ത് ഇതൊക്കെ അറിഞ്ഞിട്ട് സഹിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ്, ഋതുവിനെ ഓർത്ത് മാത്രമാണ് ഞങ്ങൾ രക്ഷിച്ചേ. അല്ലായിരുന്നെങ്കിൽ അവനെ കുഴിയിലേക്ക് കൊക്കയിലേക്ക് തള്ളിയിട്ടിട്ട് ഞങ്ങൾ പോന്നേനം. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, ശരിക്കും പറഞ്ഞു എന്തൊരു കഷ്ടമല്ലേ ഋതുവിന്റെ കാര്യം. നമ്മൾ ആരെങ്കിലും പറഞ്ഞ ഋതു എന്തേലും വിശ്വസിക്കോ? അതാ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തേലും പറഞ്ഞാലും വിശ്വസിക്കാൻ പോകുന്നില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ശ്രീഹരിക്കാണെങ്കിലും അച്ചുവിനാണെങ്കിലും. അതേസമയം മൂർത്തി പല്ലവിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. പല്ലവിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കിയിട്ട് പല്ലവിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ട്രിപ്പ് പോയതിനെ കുറിച്ചൊക്കെ. കുഴപ്പമില്ലാന്നാ പറഞ്ഞേ, അല്ലെന്ന് പറയാൻ പറ്റുമല്ലോ. അതിനുശേഷം മൂർത്തി പറഞ്ഞു, ഞാനേ ലക്ഷ്മി മാഡത്തിന്റെ കൈ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ലക്ഷ്മി അമ്മയുടെ ഫോൺ കൊടുത്തു. ലക്ഷ്മി അമ്മ പറഞ്ഞു, മോളെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? അല്ല, അവനോട് പറഞ്ഞ സേതുവിനോട് പറഞ്ഞ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ മോളോട് ആദ്യം പറയണേ. മോൾ അവനോട് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം പല്ലവി ചോദിച്ചു, എന്താ കാര്യം എന്താമേ? അത് പിന്നെ ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരു ട്രീറ്റ് തരാൻ തീരുമാനിച്ചു. ട്രീറ്റ് തരാനോ? അതെ, നിങ്ങളുടെ കല്യാണ ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ചെയ്തിട്ടില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും ട്രീറ്റ് തരാൻ തീരുമാനിച്ചു. അപ്പം നിങ്ങൾ രണ്ടുപേരും വരണം. അല്ലമ്മേ, അത് പിന്നെ സേതുവിനോട് ചോദിക്കണം. ഞാൻ ചിലപ്പോൾ വിളിച്ചാൽ അവന് ഇഷ്ടപ്പെടില്ല, അറിയാലോ. അതുകൊണ്ടാ ഞാൻ മോളോട് പറയണേ. മോൾ എങ്ങനെ അവനെ കൂട്ടിക്കൊണ്ട് വരണം. അങ്ങനെയാണെങ്കിൽ മോള് വിളിച്ച് മൂർത്തിയോട് പറയണം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മ കോള് കട്ട് ചെയ്തു. അങ്ങനെ സേതുവിന്റെ അടുത്തേക്ക് പല്ലവി എന്നിട്ട് ലക്ഷ്മി അമ്മ വിളിച്ച് കാര്യങ്ങൾ പറയണം, നമുക്ക് ട്രീറ്റ് തരാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും സേതു പറഞ്ഞു, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ പല്ലവി? സേതുവേട്ട, സേതുവേണ്ട അമ്മയല്ലേ, ഒത്തിരി ആഗ്രഹം കാണും.
കല്യാണമോ കൂടാൻ പറ്റിയില്ല. നമ്മളോടൊപ്പം ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്ന് ആ മനസ്സിൽ കാണും. സേതു പറഞ്ഞു, എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, നിനക്കറിയാലോ. എനിക്കറിയാം സേതു ഏട്ടാ. പക്ഷെ ആ അമ്മയുടെ സിറ്റുവേഷൻ എന്താന്ന് നമുക്കറിയാലോ. അമ്മയ്ക്ക് ചിലപ്പം നമ്മളെ അങ്ങനെ പരസ്യമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല സേതു ഏട്ടനെ. അതുകൊണ്ടാ സേതു ഏട്ടൻ അമ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ നാണക്കേട്. അത് മാത്രമല്ല, അറിയാലോ, ഒരാപത്ത് വന്ന സമയത്ത് സഹായിക്കാനായിട്ട് ലക്ഷ്മി അമ്മ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ കുടുംബത്തെ രക്ഷിച്ച്. അല്ലായിരുന്നെങ്കിലോ എന്റെ അച്ഛനും അമ്മയൊക്കെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നേനം. സേതുവേട്ടാ, നമുക്ക് നഷ്ടമില്ലാത്ത ഒരു കാര്യല്ലേ നമ്മൾ ചെയ്തെന്ന് ഓർത്തിപ്പോ എന്താ കുഴപ്പം? സേതുവേട്ട സമ്മതിക്കണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ സേതു പറഞ്ഞു, ശരി പോകാന്ന് പറയണം. അങ്ങനെ അവര് പിറ്റേ ദിവസം റെസ്റ്റോറൻറ്റിലേക്ക് പോകണം. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഒരു ഹാള് മൊത്തം ബുക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ മറ്റാരും കാണാൻ പാടില്ല. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പം സേതു താനും പല്ലവിയൊക്കെ ആയിട്ട് ഇരിക്കുന്ന വേണുവിനോട് എങ്ങനെ ചെന്ന് പറഞ്ഞ പ്രശ്നമാണെന്നുള്ള കാര്യം ലക്ഷ്മി അമ്മയ്ക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് മൂർത്തിയാണ് പറഞ്ഞത്, ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഹാൾ മൊത്തം ബുക്ക് ചെയ്യാം. അപ്പൊ വേറെ ആരും അങ്ങോട്ട് ശല്യത്തിന് വരത്തില്ല, ആരും കാണാനും പോകുന്നില്ല. അങ്ങനെയായിരുന്നു. അതേസമയം ഇന്ദ്രൻ എന്ത് ചെയ്തു? ലക്ഷ്മി അമ്മയൊക്കെ ബുക്ക് ചെയ്ത് ആ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുന്നുണ്ട്. ഇന്ദ്രൻ അറിയത്തില്ല ഇത് ബുക്ക് ചെയ്തേക്കുന്ന റെസ്റ്റോറൻറ്റ്, ആ ഹാള് ബുക്ക് ചെയ്തേക്കുന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഇന്ദ്രൻ എന്ത് ചെയ്തു? അവിടെ ചെന്നിട്ട് മെനു കാർഡൊക്കെ നോക്കിയിരിക്കുകയാണ്. ആ സമയത്താണ് സേതുവും പല്ലവിക്കും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അവരുടെ ലക്ഷ്മിയമ്മ അവരെല്ലാരും കൂടെ അങ്ങോട്ട് കയറി വന്നു. അങ്ങനെ വന്ന സമയത്ത് മൂർത്തി അവിടുത്തെ വെയിറ്റർ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഈ ഹാള് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുക, ആ ഹാളിൽ ആരും കാണാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു. ശരി സാറെന്നൊക്കെ പറയാണ്. അങ്ങനെ അവരങ്ങോട്ട് അകത്തേക്ക് പോയി കയറിപ്പോയി. അവർ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഈ സമയത്ത് ഇന്ദ്രൻ അവിടെ അപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഇവര് കയറി വരുന്ന കണ്ടപ്പോഴത്തേനും ഇന്ദ്രൻ പെട്ടെന്ന് എന്ത് ചെയ്തു? മുഖം മറിച്ച് അവിടെ ഇരുന്ന മെനു കാർഡ് എടുത്ത് മുഖം മറിച്ച് ഇങ്ങനെ സൈഡിലേക്ക് ചെരിഞ്ഞിരുന്നു. അയാളെ പെട്ടെന്ന് സേതുവോ പല്ലവിയോ ആരും ശ്രദ്ധിച്ചതും കൂടി ഇല്ല. അങ്ങനെ അവരവിടെ ചുറ്റും കൂടി ഇരിക്കുകയാണ്. മൂർത്തിയുടെ കയ്യിൽ വലിയൊരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ലക്ഷ്മിയമ്മ സേതുവിനും പല്ലവിക്കും വേണ്ടി കരുതിയ ഗിഫ്റ്റ് ആയിരുന്നു. അങ്ങനെ ആ ഗിഫ്റ്റൊക്കെ സേതുവിനും പല്ലവിക്കും കൊടുക്കുകയാണ് ലക്ഷ്മിയമ്മ. ആ സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു, കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു നിങ്ങളെ വിളിച്ചിങ്ങനെ ഒരു ട്രീറ്റ് തരണമെന്ന്. പക്ഷെ നിങ്ങൾ ആ സമയത്ത് ഹണിമൂൺ ട്രിപ്പൊക്കെ പോയില്ലേ, അതുകൊണ്ടാ. ആ സമയം സേതു പറഞ്ഞു, അമ്മ എനിക്ക് ട്രീറ്റ് ഒന്നും അല്ല ആവശ്യം, അമ്മയ്ക്കറിയാലോ എൻ്റെ കാര്യം എന്താന്ന്, എനിക്കറിയാം. പക്ഷെ എൻ്റെ കാര്യം നീ ഒന്ന് ചിന്തിക്കുക, എന്നെക്കുറിച്ച് നീ ഒന്ന് മനസ്സിലാക്കുക, എൻ്റെ അവസ്ഥ ഇപ്പൊ ഇതാണ്. അപ്പോഴേക്കും സേതു പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അമ്മ എന്തിനാ എന്നെ ഉപേക്ഷിച്ചു പോയത്? എനിക്ക് ട്രീറ്റോ അമ്മയുടെ പണമോ പ്രതാപമോ ഒന്നും അല്ല വേണ്ടത്, എനിക്ക് അമ്മയുടെ സ്നേഹമാണ് വേണ്ടത്. പക്ഷെ അമ്മ എന്തിനാണ് അച്ഛനെ ഉപേക്ഷിച്ചു പോയെന്നുള്ള ആ സത്യം എനിക്ക് അറിയണം, എനിക്കത് അറിഞ്ഞേ മതിയാവുള്ളൂ. അതേസമയം അപ്പുറം ഇരുന്ന് ഇത് കേട്ട ഇന്ദ്രൻ ഞെട്ടി. ഇവന്റെ അമ്മയാണോ ഇരിക്കുന്നത്? ഒന്നും മനസ്സിലായില്ല. അപ്പൊ ഇത്രയും കാലം ഇന്ദ്രൻ അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഇന്ദ്രൻ അതിനെക്കുറിച്ചൊക്കെ അറിയുന്നത്. ഒരു നിമിഷം ഇന്ദ്രൻ ഞെട്ടിപ്പോയി. ഇവരെന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ അവിടെ പമ്മി കൂടിയിരിക്കുകയാണ്. ആ സമയം സേതു പറഞ്ഞു, എനിക്ക് അതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു, അത് വേണോ സേതു? ഇപ്പൊ നീ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എന്റെ അറിയണമെന്നുള്ള എന്റെ അവകാശമല്ലേ, എന്റെ ആഗ്രഹമാണത്. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, മോനെ നീ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്റെ ഈ ഡിന്നർ പോലും വേണ്ടെന്ന് വെച്ചിട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകത്തുള്ളൂ. ആ സത്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ചിലപ്പോൾ അമ്മയെ വെറുത്തെന്ന് വരും. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ? എന്താമ്മേ, ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം. പക്ഷെ പറഞ്ഞു കഴിയുമ്പോൾ നീ കേട്ട് കഴിഞ്ഞിട്ട് നീ ഒരു കാരണവശാലും എന്നെ വേണ്ടെന്ന് വെക്കരുത്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കാതിരിക്കരുത്, എന്നെ ഉപേക്ഷിക്കരുത്. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. അപ്പോഴേക്കും സേതു പറഞ്ഞു, ഇല്ലമ്മേ ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, എനിക്ക് എൻ്റെ സത്യാവസ്ഥ അറിയണം. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, ഇനി ഇത് എത്ര കാലം ഇങ്ങനെ മൂടി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും ലക്ഷ്മിയമ്മേ? എപ്പോഴാണ് സേതുവേണ്ണ അറിയേണ്ട കാര്യങ്ങളാ പറഞ്ഞേരെ. കുറെ കാലമായി സേതുവേണ്ണ ഇത് തന്നെ ഇങ്ങനെ ഓർത്തോണ്ട് നടക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും തന്റെ അമ്മ തന്നെ ഉപേക്ഷിച്ചു പോയെന്ന്? ഒരു കാരണമില്ലാതെ ഉപേക്ഷിച്ചു പോകത്തില്ലോ, അത് എന്തുകൊണ്ടാന്ന് ഇനിയെങ്കിലും അറിയണം. ആ കാര്യങ്ങളൊക്കെയാണ് അറിയണ്ടേ എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ ആ കാര്യങ്ങൾ പറയാൻ തുടങ്ങുക. ആ സമയം ഇന്ദ്രൻ ചെവി കൂർപ്പിച്ച് പിടിച്ചിരിക്കുക, എന്താ പറയുന്ന അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഇന്ദ്രൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്, ഇങ്ങനെയൊരു സംഭവം അവിടെ നടക്കുമെന്നുള്ളത്. സേതുവിന്റെ അമ്മ വരുമെന്നും പിന്നെ അവരുടെ ആ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം ഇനിയിപ്പം ആ രഹസ്യങ്ങൾ പറയുവോ പറയില്ലയോ എന്നൊക്കെ. പക്ഷെ ഇന്ദ്രൻ ഒരു ഭീഷണിയാണ് അവിടെ ഇരിക്കുന്നത്. ഇനിയിപ്പോ ആ സമയത്ത് അങ്ങനെ സേതു പല്ലവി ആരെങ്കിലും ഇന്ദ്രനെ കാണുമോന്നും അറിയത്തില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ അവനെ അവിടെ നിന്ന് ചാടിച്ചൂടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.